ലോർഡ്. ഈ ആരാധന സമയത്ത് എന്നെ വളരെയധികം സ്പർശിച്ച ഒരാശയം, നമ്മളിപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ ആയി, അങ്ങനെ ഒരു ഗ്രൂപ്പ് പ്രേയറിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട്. എന്നാൽ അതേ സമയത്ത് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു വ്യക്തിപരമായ ഒരു വ്യക്തിയിലൂടെയാണ് കർത്താവ് വലിയ കാര്യങ്ങൾ തുടങ്ങുന്നതും അതിൽ നിന്നും അത് വികസിച്ച് ആ ഗ്രൂപ്പിലേക്കൊക്കെ മാറുന്ന ഒരിതാണ്, അല്ലേ? ഇപ്പം നോഹ എന്ന ഒരു വ്യക്തിയെ കർത്താവ് തിരഞ്ഞെടുത്തു, അബ്രാഹം എന്ന ഒരു വ്യക്തിയെ, മോശ എന്നൊരു വ്യക്തിയെ എന്ന മാതിരി വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒന്നുമല്ല, ഒരു വ്യക്തിക്ക് അത്രയ്ക്ക് വലിയ കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഒരു വ്യക്തിക്ക്. അതാണ് ഈശോ പറഞ്ഞത്, നീ ലോകത്തിൻ്റെ ഉപ്പാണ്. അന്ന് ലോകം മുഴുവനിലുമുള്ള എല്ലാ ആത്മാക്കളുമായിട്ട് നമ്മുടെ ഒരാത്മാവിന് ബന്ധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വിശ്വസിക്കുകയും ആ ബന്ധത്തിലൂടെ, ആ ഐക്യത്തിലൂടെ നമ്മുടെ ആത്മാവിലൂടെ പുളിപ്പും ഉപ്പും ലോകം മുഴുവനിലേക്കും ഒഴുകുക. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു രഹസ്യം. നീ ഭൂമിയുടെ ഉപ്പാണ്. എന്തിനുള്ളതാണ് ഉപ്പ്? നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഉപ്പും പുളിപ്പും കടുകുമണിയും, ഈ 3 കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ അത് മതി. സർവ്വ ആത്മീയതയും അതിൻ്റെ അകത്തുണ്ട്. ഉപ്പ് ഒരു വസ്തു നശിച്ചു പോകാതെ, കെട്ടുപോകാതെ സൂക്ഷിക്കുന്നതിന് കൂടിയുള്ളതാണ്, ഇല്ലേ? ഉപ്പ് നമ്മൾ മാങ്ങ ഉപ്പിലിടണം, മീൻ ഉപ്പിലിടണം, ഇല്ലേ? അപ്പോൾ ഈജിപ്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് അവിടുത്തെ ഫറവോമാരുടെ ശരീരം ഒരു പ്രത്യേക തരത്തിൽ ഉപ്പിലിട്ടും വയ്ക്കുന്നതിനെയാണ് മൊമ്മിഫിക്കേഷൻ എന്ന് പറയുന്നത്, മമ്മീസ്. അങ്ങനെ 10,000-കണക്കിന് വർഷങ്ങളോളം അത് ഇരിക്കുന്നുള്ളതാണ്. അതാണ് നിത്യജീവൻ എന്നാണ് അവർ ഒരു കാലത്ത് വിചാരിച്ചിരുന്നത്. ആ ശരീരത്തിന് നിത്യജീവൻ, കാരണം ആ ശരീരം അഴുകാതെ തന്നെ ഇരിക്കുകയാണ്. അതൊരു സിംബോളിക് ആക്കി എടുത്തിട്ട് ഈശോ പറയുകയാണ്, നിങ്ങളാണ് ഭൂമിയുടെ ഉപ്പ്. അതായത് ഈ ഭൂമിയിലുള്ള, നമ്മളെപ്പോഴും മനസ്സിലാക്കണം, എല്ലാവരെയും രക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്നുള്ളതിൽ കുറഞ്ഞ ഒരു പദ്ധതി നമ്മൾ ചിന്തിക്കരുത്. ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് മാച്ചാവുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെ ഈ യേശുവിൻ്റെ ഒരു ശുശ്രൂഷകനായിരിക്കും? ദൈവം എല്ലാവരെയും രക്ഷിക്കാൻ പറയണം. നിങ്ങൾ പറയണം, കർത്താവ് കുറേ ആത്മാക്കളെങ്കിലും നരകത്തിൽ പോയില്ലെങ്കിൽ ശരിയാവോ? അവരൊക്കെ ഈ നാമമാത്ര ക്രിസ്ത്യാനികളെയൊക്കെ നമ്മളെല്ലാ ദിവസവും ആരാധിച്ച് കുർബാനയും കൈക്കൊണ്ടിരിക്കണം, നമ്മളും ഇവനെയൊക്കെ കൂടി അതിൻ്റെ കൂട്ടാൻ കൊള്ളുമോ? അങ്ങനൊരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മൾ സ്പേഡ് ആഴാങ്കൂലിമാരിയായി, നമ്മളങ്ങ് താണുപോയി. കർത്താവിൻ്റെ വിശാലമായ ചിന്തയിൽ നിന്നും കർത്താവ് ആലോചിക്കണം, നിന്നിൽ നിന്ന് ഞാൻ എന്തോരം പ്രതീക്ഷിച്ചിട്ടാണ് നിന്നെ മാമോദീസ നൽകി സ്ഥാനപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് നീ അവസാനം ഇതാണോ ചിന്തിക്കണേ? ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാവരും സത്യം അറിയണമെന്നും എല്ലാവരും സ്വർഗത്തിലേക്ക് വരണമെന്നും. അപ്പോൾ ഇതാണ് നമുക്കുണ്ടാകുന്നത്. സുവിശേഷത്തിൻ്റെ ആദ്യം മുതൽ പറയുന്ന ആശയം ഇതാണ്, എല്ലാവർക്കുമുള്ള രക്ഷ. അതെങ്ങനെയാണ് നടത്തുന്നതെന്നുള്ളത് കർത്താവിന് തന്നെ അറിയുള്ളൂ. നമ്മൾ വിചാരിക്കും, തീർച്ചയായിട്ടും പറയുന്നുണ്ട്, മാമോദീസ വിശ്വസിച്ച് മാമോദീസ സ്വീകരിക്കുന്നവരെ രക്ഷിക്കപ്പെടുള്ളൂ എന്നും പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ മാമോദീസ എന്നുള്ളതിന് കൂടുതൽ വിശദീകരണങ്ങൾ പഠിക്കണം. പലതരത്തിലുള്ള മാമോദീസകളുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റിഡംഡോറിസ് മിസ്സിയോയിൽ എഴുതിയിരിക്കുകയാണ്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു. ഈ വചനം കേൾക്കാനോ ഈ വിശ്വാസം ലഭിക്കാനോ യാതൊരു സാധ്യതയുമില്ലാത്ത ആളുകളും രക്ഷിക്കപ്പെടും. എങ്ങനെ രക്ഷിക്കപ്പെടും? കർത്താവിനെ വിസ്മയനീയമായ തരത്തിൽ. ഇതിവിടെ എറണാകുളം അടുത്തല്ലേ, ഇതിലടുത്തൊരു പെൺകുട്ടി ഒരിക്കലും സാക്ഷ്യം പറഞ്ഞതാണ്, എൻ്റെ പേര് അമ്പിളി, ഞാൻ ഒരു സ്ഥലത്തുനിന്നും ദൈവവചനം ഇങ്ങനെ കേട്ടിട്ടില്ല, റേഡിയോ കേട്ടിട്ടില്ല,
TV കേട്ടിട്ടില്ല, ഒരു സഹോദരനും എന്നോട് ഒന്നും പറഞ്ഞിട്ടുമില്ല. ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വെള്ള വസ്ത്രം ധരിച്ച് തിളങ്ങുന്ന ശരീരവുമായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നിക്കണം. പറയാണ്, അമ്പിളി. ഓ, അത് കേട്ടതോടെ എൻ്റെ ഹൃദയം അങ്ങ് അലിഞ്ഞു. എന്തോ ഒരു സ്നേഹവായ്പാണ് അത്. അമ്പിളി, ഞാൻ യേശുവാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ യേശു നേരിട്ട് വന്ന് എന്നോട് സുവിശേഷം അറിയിച്ചിട്ടാണ് എനിക്ക് വിശ്വാസം കിട്ടിയതെന്ന്. പ്രൈസ് ദ ലോർഡ്. മനസ്സിലാവണ്ടോ? കാറ്റ് അതിനിഷ്ടമുള്ളിടത്ത് വീശും. നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് തലങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവരൊന്നും യേശുവിനെ അറിയില്ല എന്നും അവരന്തകാറ്റ് ഒന്നുമല്ല. അവർക്കൊക്കെ ഒരുപാട് പേർക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിവും. എങ്ങനെ ഈ അറിവ് കിട്ടിയെന്നത് കൊച്ചു കുട്ടികൾ വരെ, എന്താ മോനെ, താങ്ക് യു, കുട്ടികൾ വരെ, 8-9 വയസ്സുള്ള കുട്ടികൾ വരെ, ചില ഹിന്ദു കുട്ടികളും ഒക്കെ ഈശോനെ കുറിച്ച് പറയണ കേട്ട് കഴിഞ്ഞാൽ നമുക്കങ്ങ് ലജ്ജ തോന്നും. കാരണം ഈ യേശു എല്ലാവർക്കും വേണ്ടി ബലിയർപ്പിക്കുകയും ആ ബലി അർപ്പണത്തിലൂടെ പരിശുദ്ധാത്മാവ് ഒരു അഡ്വാൻസ് ആയിട്ട് അച്ചാരമായിട്ട് എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്നു. അതാണ് പൗലോസ്. ഇപ്പം നമ്മളൊരു സ്ഥലം കച്ചവടമാക്കി, 1 കോടി രൂപയാണ് സ്ഥലത്തിന് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ 1 കോടി ഉടനെ ഞാൻ കൊടുക്കാമല്ലോ ചെയ്യണേ. നമ്മൾ എന്ത് ചെയ്യണം? 1 ലക്ഷം രൂപ അച്ചാരം. ഈ അച്ചാരം തന്ന് കൊടുത്ത് കരാർ എഴുതി കഴിഞ്ഞാൽ ഈ സ്ഥലം വേറെ ആർക്കെങ്കിലും ഇയാൾക്ക് വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റില്ല. ആർക്ക് മാത്രമേ ഇനി ആ സ്ഥലത്തിന് വിൽക്കാൻ പറ്റുള്ളൂ? അച്ചാരം കൊടുത്ത ആൾക്ക്. ആ അച്ചാരം കൊടുത്ത ആൾ ഒരു 25 ലക്ഷം രൂപ കൊണ്ടൊന്ന് കൊടുത്തു, ഒരു ഇൻസ്റ്റാൾമെൻറ്റ്. വീണ്ടും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഒരു 50 ലക്ഷം കൊടുത്തു. പിന്നെ അവസാന ഇൻസ്റ്റാൾമെൻറ്റ് ബാക്കി ലക്ഷങ്ങളും കൊടുത്ത് 100 ലക്ഷം കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്ഥലം കൈമാറി, തീരെഴുതി. എന്ന പോലെയാണ് നമ്മൾ കർത്താവീശോ മിശിഹ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അച്ചാരം കൊടുത്ത് കഴിഞ്ഞിരിക്കണം. ഇനി കർത്താവിൻ്റെ തന്നെ ശാഖകളായ മറ്റൊരു യേശുവായ നമ്മളെല്ലാവരും അവരോട് സുവിശേഷം അറിയിക്കുകയും വിശ്വാസത്തിൻ്റെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് അവരെ കൊണ്ടുവരണം. അങ്ങനെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകൾ കിട്ടിക്കഴിഞ്ഞ് അവൻ്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതിയാണ് കർത്താവിൻ്റെതെന്നും അത് നമ്മൾ ഈ പറയണ മാതിരിയ ബന്ധന പ്രാർത്ഥനയോ ഈ പേടിയും വരച്ചിലൊന്നും ആവശ്യമില്ല. വിശ്വസിക്കുക. ഞാൻ ക്ഷമിക്കണോട്ടെ ഇതൊക്കെ പറയണത്, നിങ്ങളൊരു ക്ലോസ്ഡ് ഗ്രൂപ്പാണ്. ഇത്രയും കേട്ട് വളർന്നത് കൊണ്ട് പറയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബന്ധന പ്രാർത്ഥന നടത്തുന്ന ആരെയും കുറ്റം പറയുകയല്ല. വിശ്വാസത്തിൻ്റെ വളർന്ന ഒരു നിലയിൽ വരുമ്പോൾ ബന്ധന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് വിശ്വസിക്കുമ്പോഴേക്കും പിശാച് അവിടെ നിന്ന് പോയി കഴിഞ്ഞു. പിശാച് അവിടെ നിന്ന് പോകും. ഈ വിശ്വസിക്കാണ്ട് എന്ത് ബന്ധന പ്രാർത്ഥന പറഞ്ഞിട്ടും പ്രയോജനമുണ്ടോ? അപ്പോൾ വിശ്വാസത്തിൻ്റെ ഉച്ചകോടിയിലേക്ക് നമ്മൾ ഉയരണം. വിശ്വാസത്തിൻ്റെ അന്തോണീസ് പുണ്യാളനോട് അവിടെ ഉണ്ടായിരുന്ന കിങ്കരന്മാർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ ഒരു ദിവസം അത്താഴത്തിന് വിളിക്കുകയാണ്. അപ്പോഴേ മനസ്സിലായി ശത്രുക്കളുടെ പാളയത്തിലേക്ക് അവർ അത്താഴത്തിന് വിളിക്കുമ്പോൾ ഇതൊരു കെണിയാണെന്ന്. പക്ഷേ കർത്താവല്ലേ അന്തോണീനെ വായിക്കണേ. അവിടെ ചെന്നപ്പോൾ പറയാണ്, നീ പറയാറുണ്ടല്ലോ വിശ്വസിക്കുന്നവൻ വിഷം കഴിച്ചാലും ഒന്നും സംഭവിക്കില്ല. ഇതാ ഈ സൂപ്പിൽ വിഷം ചേർത്തിട്ടാണ്, നീ ഇത് കഴിക്കുക, ഞങ്ങളൊന്ന് കാണട്ടെ. നടന്ന സംഭവമാണ്. യെസ്. അപ്പോൾ അന്തോണീസ് എന്ത് പറഞ്ഞു കാണും? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ വചനം അക്ഷരം പ്രതി നീ നടപ്പാക്കും. ഈ സഹോദരങ്ങൾ നമുക്കെതിരായി വച്ചിരിക്കുന്ന ഈ കെണിയിൽ
അവരുടെ വിശ്വാസത്തിന് കാരണമായി മാറാൻ വേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശ് വരച്ചുകൊണ്ട് ഈ സൂപ്പെടുത്താൻ കുടിച്ചു. ഇവരൊക്കെ അന്തം വിട്ടിരിക്കുകയാണ്. ഇപ്പം ഇവൻ പടഞ്ഞ് വീഴുമെന്ന് വിചാരിച്ചു. ഒരു കുഴപ്പം പറ്റിയില്ല. അപ്പോഴാണ് അവർക്ക് വിശ്വാസം കിട്ടിയത്. മനസ്സിലായി? അതാണ് ഒരു വ്യക്തി. ആ അന്തോണീസ് മരിച്ച് 32 വർഷം കഴിഞ്ഞ് ആ കബറിടം തുറന്നപ്പോൾ എന്താ കാണുന്നത്? ആ നാക്ക് അപ്പോഴും പിടയ്ക്കുകയാണ്. അഴുകാതെ ഇരിക്കുന്ന നാവ്. എന്തുകൊണ്ട്? ജീവിക്കുന്ന സമയത്ത് അതുപോലെ വിശ്വാസം പ്രഖ്യാപിച്ച നാവുകളാണത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുതിയ നിയമത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് പഴയ നിയമത്തിലെ കാര്യങ്ങളൊന്നുമല്ല. ഇതാണ് പുതിയ നിയമം. അപ്പോൾ നമ്മുടെ വിശ്വാസം പുതിയ നിയമത്തിൽ കൊണ്ടുവരണം. ആരെയും പേടിപ്പിക്കാതെ വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെയും കരുണയുടെയും ചാനൽ. ഇപ്പോൾ പെട്ടെന്നൊരു കാര്യം, മധ്യസ്ഥ പ്രാർത്ഥനയുടെ തന്നെ പല തലങ്ങളാണ്. ഒരു 40 ദിവസം ഉപവസിച്ച ഒരു ചേച്ചി, അവരുടെ ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നില്ല, അതായിരുന്നു ഒരു വിഷയം. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ എൻ്റെ ഭർത്താവിന് ഒരു കൗൺസിലിംഗ് ഒന്ന് കൊടുക്കുക. ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്, പക്ഷെ അങ്ങേര് വരണ്ടേ. അങ്ങേര് ഒരു ധ്യാനം കൂടാൻ പറയും. അപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞു ധ്യാനം കൂടാൻ അങ്ങേര് വരില്ല, എന്നാൽ ധ്യാനകേന്ദ്രത്തിൻ്റെ പുറത്ത് വെച്ച് എന്നെ ഒന്ന് കാണാൻ പറയും. അറ്റ്ലീസ്റ്റ് ധ്യാനകേന്ദ്രത്തിൽ കയറില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ പുറത്ത് ഞാൻ നിൽക്കാം. അപ്പം ഞാൻ ചോദിച്ചു നോക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞു, ബ്രദർ ധ്യാനകേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അവിടെ നിൽക്കാം, ധ്യാനിപ്പിക്കാൻ വരുമ്പോൾ, അപ്പോൾ വന്ന് കണ്ടോളാം, സംസാരിച്ചോളാം, പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ധ്യാനേന്ദ്രത്തിനകത്ത് കയറില്ല, കൗൺസിലിംഗ് ഒന്നുമില്ല, ഇത്രയും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി ഇറങ്ങി വഴി ഒരാൾ ഓടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഇന്ന ആളാണ്, പറഞ്ഞില്ലേ ഇവർ ഇന്നാൾ പറഞ്ഞത്. അപ്പോഴും നല്ല വാസനയൊക്കെ ഉണ്ട്. അതുപോലെ മദ്യത്തിൻ്റെ വളരെ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള വലിയ ഓഫീസറാണ്. പക്ഷേ ഈ മദ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. ഞാൻ ഇദ്ദേഹത്തെ കണ്ട വഴി ഭയങ്കര, ഞാനിങ്ങനെ കൈകളിങ്ങനെ വിടർത്തി ഇയാളെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എനിക്ക് തോന്നി ഇയാളെ കുറേ നേരം കെട്ടിപ്പിടിക്കണം. എൻ്റെ ആത്മാവിൽ നിന്ന് കർത്താവ് ഇയാളുടെ ആത്മാവിലേക്ക് അങ്ങ് ചാടട്ടെ. ഇയാളുടെ ആത്മാവിലുണ്ട്, എന്നാലും ഈ ഒരു കൃപ അങ്ങ് ഒഴുകട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അങ്ങ് കെട്ടിപ്പിടിച്ച് കുറേ സമയം നിന്ന് അങ്ങ് സ്നേഹിച്ചു. ഇയാളെ അങ്ങ് സ്നേഹിച്ചു. കർത്താവേ, നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. ഒരു 5 മിനിറ്റ് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ തന്നെ നിന്നു. ആര് നോക്കി ഞാൻ അറിഞ്ഞൂടാ. ഞാനും കണ്ണടച്ചിരിക്കുകയാണ്. ഇയാളുടെ കണ്ണിൽ നിന്ന് കുടുകുടാന്ന് വെള്ളം എൻ്റെ തോളിൽ വീഴുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കൈവിട്ടു. അയാൾ പറഞ്ഞു പ്രൈസ്, ഞാൻ പോകാൻ സാറേ, നന്ദി, താങ്ക് യു, പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സഹോദരി എന്നെ വിളിച്ചിട്ട് പറയാണ്, 2 അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട്, ബ്രദറെ അന്ന് മുതൽ അയാൾ കുടിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഇതാണ് പോപ്പ് ഫ്രാൻസിസ് അസീസിയെ കോട്ട് ചെയ്ത് ഒരുപാട് പേര് ഫ്രാൻസിസ് അസീസിയുടെ ഈ വാക്കുകൾ ഉദ്ധരിക്കാറുണ്ട്. എന്താണെന്നറിയാമോ? അത് സുവിശേഷം പ്രസംഗിക്കുക, അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. ഇതെനിക്ക് അങ്ങനത്തെ ഒരു കേസ് തോന്നാണ്. ഇപ്പം ഞാൻ സുവിശേഷം പ്രഘോഷിച്ചോ? ഞാൻ പ്രഘോഷിച്ചു. എന്താ സുവിശേഷം? ദൈവം സ്നേഹമാണ്. അത് പ്രഘോഷിക്കുക. എങ്ങനെ പ്രഘോഷിച്ചത്? എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ അയാളുടെ ഹൃദയത്തിലേക്ക് പകർന്നു. അതാണ് സുവിശേഷം പ്രഘോഷിക്കുക, അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ എന്തോ കാരണവശാൽ നമ്മളൊക്കെ വാക്കുകളാണ് അധികം
സുവിശേഷം അതിൻ്റെ അകത്ത് വരുന്നില്ല. അപ്പോൾ സുവിശേഷത്തിന് അതിൽ തന്നെ ഒരു പ്രസരണ ശക്തിയുണ്ട്. അതിൽ തന്നെ ഒരു പ്രസരണ ശക്തി. നമ്മൾ ആ സുവിശേഷം ശരിക്കും വിശ്വസിച്ചാൽ അതിൽ തന്നെ ആ പ്രസരണ ശക്തിയുണ്ട്. ഞാൻ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഒരു സഹോദരി വന്നിട്ട് പറയാണ്, ഇത് യൂറോപ്യൻ സിറ്റുവേഷനിലാണ്. അപ്പോൾ അവിടെ നമ്മൾ തുടങ്ങി വെച്ച ഒരു നിത്യാരാധനാ സെൻ്ററാണ്. അപ്പോൾ എല്ലാ വർഷവും ഞാൻ അവിടെ പോയി അവരെ വളർത്തുന്നതിന് ഇപ്പോൾ 6 വർഷമായി നിത്യാരാധന അവിടെ നടക്കുന്നു. അത് അവരെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമാണ്. അവിടെ ഒരു സഹോദരി വന്നു, എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. പറഞ്ഞു, എനിക്ക് എൻ്റെ മക്കളെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. 3 മക്കളാണുള്ളത്. 3 മക്കൾ. ഇപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ നമ്മളാരും ചോദിക്കൂല നീ കല്യാണം കഴിച്ചിട്ടുണ്ടോയെന്ന്, ഇല്ലേ? 3 മക്കളുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവിടെ അങ്ങനെയല്ല, അവിടെ ചോദിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചതും നിങ്ങൾ കേട്ട് കുറ്റപ്പെടുത്തരുത്. ഞാൻ ചോദിച്ചു, ഈ 3 മക്കളും ഒരാളിൽ നിന്നാണോ? അല്ല, അവർ 3 ആളുകളിൽ നിന്നാണ്. മാത്രമല്ല അവരെല്ലാവരും ടെററിസ്റ്റാണ്. അവരെല്ലാം ഭീകരരാണ്. അവർ 3 പേരും ജയിലിലാണ്. അപ്പോഴേക്കും എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായ ഒരു കരുണയുടെ പ്രവാഹം ഒഴുകാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്നേഹം എൻ്റെ അകത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഇനി അവൾ സാവധാനം പറയാൻ തുടങ്ങിയാണ്, ഈ മക്കൾ 3 പേരും ഇപ്പോൾ യുവാക്കളായി. അവരുടെ അപ്പന്മാരുടെ അതേ സ്വഭാവത്തിലേക്ക് ഏതാണ്ട് വന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂട. ഇത് പറഞ്ഞപ്പോഴേക്കും അവളും പൊട്ടിക്കരഞ്ഞു. എൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി. ഞാനിങ്ങനെ കൈ വിടർത്തി. അപ്പോൾ ഇവരെൻ്റെ തോളിലിങ്ങനെ വീണു. കുറേ സമയം ഇന്ന് കരഞ്ഞു. ഞാൻ അവരെ ദൈവസ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടി, കരുണ കൊണ്ട് നിറയാൻ, ഏറ്റവും വലിയ പാപിക്ക് ഏറ്റവും കൂടുതൽ കരുണ കിട്ടും എന്ന ആ സിദ്ധാന്തം എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് ഒഴുകി. ഞാൻ പറഞ്ഞു, നിനക്ക് ഒരേ ഒരു ആശ്വാസം, ഒരേ ഒരു വഴി ഈശോ മാത്രമാണ്. നീ ഒന്നുകൊണ്ടും ഭയപ്പെടരുത്. നിൻ്റെ ഈ 3 മക്കളും മാമോദീസ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർ യേശുവിൻ്റെ കർത്താവിൻ്റെ മക്കളാണ്. കർത്താവിൻ്റെ ജീവൻ്റെ മുദ്ര അവരുടെ ആത്മാവിൽ കുത്തിയിട്ടുള്ളതാണ്. അവരുടെ പാപങ്ങളും അവരുടെ മാതാപിതാക്കളുടെ പാപങ്ങളും എല്ലാം കർത്താവ് ഈശോ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് നീ ഒന്ന് വിശ്വസിക്കാമോ? അവൾക്ക് അതങ്ങ് അത്ഭുതം തോന്നി. കുറച്ച് സമയമെടുത്ത് അവൾ വീണ്ടും ചിന്തിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ അവളുടെ ഉള്ളിൽ എന്തോ ഒരു വലിയ ശക്തി പ്രവാഹം. അവൾ പറയാണ്, എൻ്റെ സകല ഭയവും മാറി. എനിക്കെന്തോ വലിയ ഒരു പ്രത്യാശയും കരുത്തും കിട്ടിയിരിക്കുന്നു. ഞാനിനി എന്ത് ചെയ്യണം? നീ എല്ലാ ദിവസവും 1 മണിക്കൂർ ഇവിടെ ഈശോൻ്റെ അടുത്ത് വന്നിരുന്ന് പറയും, ഈശോയെ, ഈ മക്കളും അവരുടെ തന്തമാരും നിൻ്റെയാണ്. നീ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ചുമ്മാ പറഞ്ഞാൽ മതി. നിൻ്റെ വിശ്വാസത്തിലൂടെ ഈ കൃപ അവരിലേക്കെല്ലാം ഒഴുകും. ഇതല്ലേ, ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്തേക്ക് 4 പേർ കൂടി ചുമന്നു കൊണ്ടുവന്നു. തളർവാദ രോഗി തളർന്നു കിടക്കുമ്പോൾ അവന് വല്ല വിശ്വാസമുണ്ടോ? അവൻ പാപിയാണെന്ന് യേശു പറയണതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവനോട് എന്താണ് യേശു പറഞ്ഞത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈശോ എന്താ പറഞ്ഞേ ആ തളർവാദ രോഗിയോട്?
ശരിയായ ഉത്തരം ഇപ്പോഴും വന്നിട്ടില്ല. അതൊക്കെ പറഞ്ഞു, പക്ഷെ ഒരു വാക്ക് കൂടി അവിടെ പറഞ്ഞു. സമയം കഴിഞ്ഞു. എന്താണെന്നറിയോ? മകനേ. അല്ല, ഒരു വാക്ക്. അതാണ് അതിനകത്ത് പ്രധാന കാര്യം. ഇവൻ വലിയ പാപിയാണെങ്കിലും ഇവൻ ആരാ? മകനാണ്. മകനേ. ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകളെ നിങ്ങൾ പിടിക്കണം. മകനേ. അവരുടെ ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട്, അപ്പം ആ 4 പേരാരാ? അവരാ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ. അവരുടെ മധ്യസ്ഥമാണ്. അപ്പം മധ്യസ്ഥം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഒട്ടുമില്ലാത്ത ആൾക്ക് നമ്മുടെ വിശ്വാസത്തിലൂടെ മധ്യസ്ഥം നിൽക്കാം. നമ്മുടെ വിശ്വാസത്തിലൂടെ അതായത് യേശു അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്നവനാണെന്നും ചെയ്യുമെന്നും ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവെന്നും നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മുടെ വിശ്വാസത്തിലൂടെ അവനിലേക്ക് കൃപയും കരുണയും ഒഴുകി ആ ആത്മാവിനെ സ്വർഗത്തിലേക്ക്. അതാണ് നമ്മുടെ ഈ കൊന്ത ചെല്ലുമ്പോൾ എന്താ പ്രാർത്ഥന? ഓ എൻ്റെ ഈശോ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രത്യേകിച്ച് എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ രക്ഷിക്കണം. കൊച്ചു ത്രേസ്യയുടെ 14 വയസ്സുള്ള കുഞ്ഞു ത്രേസ്യ ന്യൂസ് പേപ്പറിൽ നിന്ന് വീട്ടിലടുത്തൊക്കെ അറിഞ്ഞു, ഇങ്ങനെ ഫ്രാൻസിനി എന്ന ഒരു ട്രിപ്പിൾ മർഡറർ, വലിയ കൊലപാതകം ചെയ്ത അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ജയിലിലെ കപ്ലാൻ, അതായത് ചാപ്ലിൻ അച്ഛൻ എല്ലാ ദിവസവും പോകുന്നുണ്ട് പുള്ളി, പക്ഷേ കുമ്പസാരിക്കാൻ പുള്ളി തയ്യാറില്ല. ഓരോ ദിവസവും ഈ ന്യൂസ് ഇങ്ങനെ പേപ്പറിൽ വന്നുകൊണ്ടിരിക്കുക. കാരണം ഫ്രാൻസിനെ മുഴുവനും കോളിളക്കം ഉണ്ടാക്കിയ ഒരു കൂട്ടക്കൊലപാതകമായിരുന്നു അത്. അതുകൊണ്ട് ജനം മുഴുവനും ഇളകി വശായിരിക്കുകയാണ്. എല്ലാ ദിവസവും ഫ്രാൻസിൻ്റെ ന്യൂസ് കേൾക്കാൻ പേപ്പറുകൾ, ലാ ക്രോസ് എന്നൊരു പേപ്പറാണ്, ഫ്രഞ്ച് പേപ്പർ. അപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ്, ഫ്രാൻസിനിയുടെ വധശിക്ഷ ഇത്രാം തീയതി നടപ്പാകാൻ പോവുകയാണ്, പക്ഷേ അവനിപ്പോഴും കുമ്പസാരിക്കുന്നില്ല. കുമ്പസാരിപ്പിക്കാൻ വന്ന അച്ഛനെ തിരസ്കരിച്ചിരിക്കുന്നു ഓരോ ദിവസം. ഇത് കേട്ട വഴി ഈ കൊച്ചു ത്രേസ്യ, അപ്പം അന്ന് കൊച്ചു ത്രേസ്യ പള്ളിയിൽ പോകുമ്പോൾ ഇരിക്കണത് ഈ കുരിശിൻ്റെ വഴിയിൽ ഈശോയും 2 കള്ളന്മാരും മരിക്കുന്ന ആ വേ ഓഫ് ദ ക്രോസിൻ്റെ ആ സ്ഥലത്തിൻ്റെ താഴെയാണ് കൊച്ചു ത്രേസ്യ എപ്പോഴും ഇരിക്കണേ. അപ്പോൾ ആ ചിത്രം കൊച്ചു ത്രേസ്യയെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളതാണ്. അതിങ്ങനെ ചിത്രമല്ല, അത് ശരിക്കും കൊത്തു രൂപത്തിലുണ്ടാക്കിയായിരുന്നു. അപ്പോൾ അവളുടെ ഉള്ളിൽ ചെറുപ്പം മുതലേ ഈ ആശയമുണ്ട്, എത്ര വലിയ കള്ളനായാലും കർത്താവ് അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും. എത്ര വലിയ പാപി ആയാലും കർത്താവിന് കരുണ ഒഴുക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഇവള് ഈ ന്യൂസ് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് ചേച്ചി സെലിനോട് പറയാണ്, നീ എൻ്റെ കടത്ത് ഇത്തിരി ചില്ലറ കാശുണ്ട്, ഇത് നീ വികാരി അച്ഛന് കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ ഫ്രാൻസിനിക്ക് വേണ്ടി ഒരു കുർബാന ചെല്ലിക്കണം. നിനക്കെന്ത് പറ്റാ? ഫ്രാൻസിനി ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്, അവൻ മരിച്ചിട്ടില്ലല്ലോ. കൊച്ചു ത്രേസ്യ പറയാണ്, ഇപ്പോഴാണ് അവന് കൂടുതൽ കൃപ കിട്ടണ്ട, മരിച്ചു കഴിഞ്ഞിട്ടല്ല. നിൻ്റെ ഒരു പ്രത്യേക സിദ്ധാന്തമാണ്, ശരി, ഞാൻ ചെയ്യാം. എന്നിട്ട് അവൾ ക്രൂശിത രൂപം വെച്ചിട്ട്, ഞാൻ ആ കൊച്ചു ത്രേസ്യ താമസിച്ചിരുന്ന വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ ഫ്രാൻസിനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ മുറിയിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു അഭിഷേകമാണ്. ആ ക്രൂശിത രൂപം പോലത്തെ ഒരെണ്ണം ഇപ്പോഴും അവിടെ ഉണ്ട്. ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു അനിമേഷൻ ഫിലിം ഉണ്ടാക്കിയിട്ടുണ്ട്, സെൻറ്റ് തെരേസ് ആൻഡ് ഫ്രാൻസിനി എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാം. കൊച്ചു ത്രേസ്യ പറയാണ്, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, നീ ഈ കുഞ്ഞിൻ്റെ കണ്ണുനീര് ഇതിന് ഉത്തരം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല കള്ളനെ സ്വർഗത്തിലേക്ക് കയറ്റിയ അങ്ങയുടെ പീഠാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതകളിലൂടെ ഈ ഫ്രാൻസിനിയോട് അങ്ങ് കരുണ കാണിക്കണം എന്നും പറഞ്ഞ് അങ്ങ് കരയാൻ തുടങ്ങി. കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൾ പറയാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഐ ഫീൽ കോൺഫിഡൻറ്റ്. ഇത് നവമാലികയിൽ എഴുതിയിട്ടുള്ളതാണ്. എനിക്ക് അപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടി. തീർച്ചയായിട്ടും ഈശോ ഫ്രാൻസിനിയോട് കരുണ കാണിക്കും, ഫ്രാൻസിനിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, ഫ്രാൻസിനിക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം കൊടുക്കുമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇതെൻ്റെ ആദ്യത്തെ കുഞ്ഞാണ്, സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന ആദ്യത്തെ കുഞ്ഞാണ്. ഇത് 14 വയസ്സുള്ള കൊച്ചു പറയാം. അതുകൊണ്ട് എനിക്കൊരു അടയാളം തരണം. എന്തിനു പറയണു? അടുത്ത ദിവസങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. 30,000-ഓളം പേര് ഫ്രാൻസിനിയുടെ വധശിക്ഷ നടപ്പാക്കുന്നത്, പരസ്യമായിട്ട് ഗില്ലറ്റിനിൽ കൊല്ലുന്നത് കാണാൻ അവിടെ തടിച്ചു കൂടിയിരിക്കുന്നു. അവരെല്ലാവരും ഇവനെ ആക്രോശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാചാരന്മാരിവനെ പിടിച്ചുകൊണ്ട് വരുന്നു. വൈദികൻ ഒരു കുരിശുമായിട്ട് അവിടെ ദൂരെ നിൽക്കുന്നുണ്ട്. ഇവളിവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് വീട്ടിൽ. വധശിക്ഷയുടെ ആ ഗില്ലറ്റിൻ്റെ അകത്തേക്ക് അവൻ്റെ തല വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തല വലിച്ചു. അപ്പോൾ ആരാചാരന്മാരവനെ പിടിച്ച്, ഇവരെന്താ ചെയ്യാൻ പോണത്? ഇവിടെ കൊതറി പോകാൻ പോവുകയാണോ വല്ലത്? അവൻ തിരിഞ്ഞു ആ കുരിശിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ആ കുരിശിങ് കൊണ്ടുവരും, പ്ലീസ് ബ്രിങ് ദാറ്റ് ക്രൂസിഫിക്സ്. അത് കേട്ട മാത്രയിൽ വൈദികൻ ആ കുരിശുമായിട്ട് ഓടി വന്നു. 30,000-ത്തിലധികം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഈ ഗില്ലറ്റിൻ്റെ അടുത്ത് വെച്ച് ഈ പാതിരിയിൽ നിന്ന്, ഈ വൈദികനിൽ നിന്ന് ആ കുരിശ് രൂപം വാങ്ങി 3 പ്രാവശ്യം ഈശോയെ ചുംബിച്ചു. പ്രൈസ് ദ ലോർഡ്. ഇത് മാനസാന്തരത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി വൈദികൻ അവനെ ആശീർവദിച്ചു. അതിനുശേഷം ഗില്ലറ്റിൽ വെച്ച ആളെ, ഈ ന്യൂസാണ് പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പർ മുഴുവനും. ഫ്രാൻസിനി കുരിശ് ചുംബിച്ചു. ഈ പേപ്പർ വായിച്ചപ്പോൾ കൊച്ചു ത്രേസ്യയ്ക്ക് മനസ്സിലായി, ഇതാണ് നീ എനിക്ക് തരാനിരുന്ന അടയാളം, ഇതാണ് എൻ്റെ വിളി. എൻ്റെ വിളി ഇതാണ്. പ്രാർത്ഥനയിലൂടെ അനേകം ഇതുപോലെയുള്ള ആത്മാക്കളെ നേടുക എന്നതാണ് എൻ്റെ വിളി. ഞാൻ തിരുസഭയുടെ ഹൃദയത്തിൽ സ്നേഹമായിരിക്കും. മൈ വൊക്കേഷൻ ഈസ് ലവ്. എൻ്റെ വിളി സ്നേഹമാണ്. ഞാൻ കുറേ നാൾ ഈ ലിസ്യുവിൽ താമസിക്കുകയും അവിടെ നമ്മളുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഹൗസൊക്കെ ഉണ്ടാക്കിയതാണ്. എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു 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 അനുഭവമാണെന്നറിയാമോ? സ്നേഹമാണ്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധന പ്രാർത്ഥനകളും ബഹളമൊന്നും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇച്ചിരി ഒച്ചയൊക്കെ എടുക്കും, പക്ഷെ അതിൻ്റെ എല്ലാത്തേക്കാൾ ഉപരിയായിട്ട് വേണ്ടത് യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ യോഗ്യത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര വലിയ ഭീകരനെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള യോഗ്യത, മെറിറ്റ്സ് ഓഫ് ദ പാഷൻ, ഡെത്ത് ആൻഡ് ജീസസ്. നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കണേ? മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ. കണ്ടോ, ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ വരി തന്നെ ഒന്ന് നോക്ക്. ആരാണ് ഇവിടെ മരിച്ചിരിക്കുന്നത്? വിശ്വാസി. ഒരു വിശ്വാസി മരിച്ചാൽ അയാൾ എവിടെ പോകും? പറയും. ഒരു വിശ്വാസി മരിച്ചാൽ അയാൾ എവിടെ പോകും? പറഞ്ഞൊന്ന്. എവിടെ പോകും? സ്വർഗത്തിൽ. നമ്മളീ കിടന്ന് ആവശ്യമില്ലാണ്ട് ബഹളുണ്ടാക്കേണ്ട എന്താ ആവശ്യം? പ്രാർത്ഥിക്കണം, പക്ഷെ എന്ത് ബോധ്യത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്? കേക്ക്. ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥന ആരും അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അതൊരു ട്രൂത്താണ്, അല്ലേ? ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതിന് ശേഷമുള്ള പ്രാർത്ഥന എന്താ?
ഓ നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരുച്ചോരയുടെ യോഗ്യതയാൽ ഈ ആത്മാക്കളുടെ മേൽ. അപ്പോൾ ആരുടെ യോഗ്യത കൊണ്ടാണ് ഈ ആത്മാവ് സ്വർഗത്തിൽ പോണേ? ഈശോ മിശിഹാ കർത്താവിൻ്റെ. അതാണ് ഈശോ മിശിഹാ കർത്താവ് അർപ്പിച്ച ബലി ഈ ലോകത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി മാത്രമല്ല, ശുദ്ധീകരണ ആത്മാക്കളുടെയും കൂടി ശുദ്ധീകരണം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്താണ് പ്രശ്നം? വിശ്വാസത്തിൽ ഈ ബോധ്യമില്ല നമുക്ക്. ഒരുപാട് പേര് ഇവിടെ ഈ എമ്മാവൂസിൽ വെച്ച് തന്നെ ഒരിക്കൽ ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, സമാധാനമായിപ്പോൾ ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ പോയിന്റ് പോലെയാണ്. അവിടെ പാസ്സായാൽ സ്വർഗത്തിൽ പോകും, ഫെയിലായാൽ നരകത്തിൽ പോകും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കണേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെല്ലാം സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ്. അവർ സ്വർഗത്തിലേക്ക് പോകുന്നുള്ളത് തീർച്ചയാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സഭയുടെ എല്ലാ പ്രാർത്ഥനകളിലും ഉണ്ട് താനും. നമ്മുടെ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കണം. പക്ഷെ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ ആത്മാവൊക്കെ നശിച്ചു പോകട്ടാ എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം വിശ്വാസം കിട്ടാൻ, ഇല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ ആത്മാക്കളൊക്കെ നശിച്ചു പോകും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കാണ് മധ്യസ്ഥ പ്രാർത്ഥന വേണ്ടത്. എന്തിനാ? വിശ്വാസം ഉണ്ടാകാൻ. അപ്പോൾ ഇവരുടെ എല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് നോക്കിയ കൊച്ചുരേസ്യ പറയാണ്, നിന്റെ അങ്ങയുടെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും യോഗ്യത ഇതിലൂടെ ഈ ആത്മാക്കൾ ഈ എൻ്റെ ഫ്രണ്ട്സിനിയോട് കരുണ കാണിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. നീ വിശ്വസിക്കുമ്പോൾ അതങ്ങ് ഒഴുകുകയാണ്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിട്ടുള്ളത് പഴയ നിയമത്തിൻ്റെ വിശ്വാസമല്ല, പുതിയ നിയമത്തിലെ വിശ്വാസമാണ്. എന്താണത്? കർത്താവ് ഈശോ മിശിഹായാണ് ഏക മധ്യസ്ഥൻ. ആ ഏക മധ്യസ്ഥനായ യേശുവിൻ്റെ ശാഖകളാണ് നമ്മൾ ഓരോരുത്തരും. ആ യേശു നമ്മളാകുന്ന ശാഖകളിലൂടെ ആത്മാക്കളെ നേടും. അതാണ്. നമുക്കൊരു നിമിഷം കണ്ണടച്ച്, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരുടെയും വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയർത്തണമേ. അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസത്തിൻ്റെ ദാനമെന്തെന്ന്, ആ വിശ്വാസത്തിൻ്റെ ദാനമെന്തെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ഭക്ഷണത്തിന് പോകാം.